ഹായ് ഹലോ ഇറ്റ്സ് മീ ഹെന്ന. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് രാവിലെ തൊട്ട് ഉച്ച വരെയുള്ള വിശേഷം കേട്ടോ. ഇന്ന് എല്ലാ കാര്യങ്ങളും കുറച്ച് ലേറ്റായി, എണീറ്റതേ ലേറ്റായി. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ ചെയ്തു വന്നപ്പോൾ കുറച്ച് ലേറ്റായിട്ട്. നോർമലി നമ്മൾ 8:30-9 മണിയോട് കൂടി നമ്മളുടെ ഓൾമോസ്റ്റ് പണികളൊക്കെ തീർന്ന് മാക്സിമം 9 അതിനുള്ളിൽ എല്ലാം കഴിയാറുണ്ട്. ഇന്ന് പക്ഷേ അതൊന്നും നടന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഇവരെ ഉറക്കത്തിൽ നിന്ന് വിളിക്കാൻ വേണ്ടി പോയി, ഇവരെ എണീപ്പിച്ച്. പിന്നെ ഇന്നലെ രാത്രി തലേന്ന് രാത്രി ചെറുപയർ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായി. കുറച്ചധികം ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. കാരണം ഇതൊരു ഉപ്പേരിയോ കറിയോ അല്ലാണ്ട് വേറൊരു കാര്യം കൂടെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്തത്. അപ്പോൾ അത് കുക്കറിലിട്ടിട്ട് വേവിച്ചെടുത്തു. അതിന് ശേഷം ഇന്ന് ചപ്പാത്തിയാണ് കേട്ടോ. ഇന്ന് രാവിലെ കഞ്ഞിയല്ലേ അവർക്ക് കൊടുത്തത്. ചപ്പാത്തിയും ചെറുപയറാണ് രാവിലെയും കൊടുത്തത്. പിന്നെ ഉച്ചയ്ക്ക് സ്കൂളിലോട്ടും കൊടുത്തു വിട്ടത് ചപ്പാത്തിയും ചെറുപയർ തന്നെയാണ് കേട്ടോ. അപ്പോൾ ചോറ് വയ്ക്കലും കാര്യങ്ങളും ഇതിൻ്റെ കൂടെ തന്നെ കഴിഞ്ഞ് പിന്നെ സവാള വാട്ടി അതിനകത്തേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ് അത്ര ഇട്ട് കൊടുത്തിട്ട് വേവിച്ച് വെച്ച ചെറുപയറും കൂടെ അതിനകത്തേക്ക് ഇട്ട് കൊടുത്ത് കറി റെഡിയാക്കി കേട്ടോ. പിന്നെ ഞാൻ ഈ ചെറുപയർ വേറൊരു കാര്യം എന്ന് പറയുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സുഗിയനൊക്കെ ഉണ്ടാക്കൂലേ, ചെറുപയറും ശർക്കരയും തേങ്ങയൊക്കെ ഇട്ടിട്ട്. അപ്പോൾ അതുപോലും കൂടെ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. കാരണം എനിക്ക് അല്ലാണ്ട് ചെറുപയർ കഴിക്കുന്നത് ഭയങ്കര കുറവാണ്. പിന്നെ അത്യാവശ്യം ഹെൽത്തിയാണല്ലോ ചെറുപയർ. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അത് കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്തത്. പിന്നെ സ്കൂളിലോട്ട് ഒരു 3 ചപ്പാത്തിയാണ് കേട്ടോ എടുത്തത്. പിന്നെ രാവിലെ അവർക്ക് കഴിക്കാനായിട്ട് ഞാനൊരു പ്ലേറ്റിലെടുത്ത് അതും കൊണ്ട് സിറ്റൗട്ടിൽ പോയിട്ടാണ് കേട്ടോ വാരി കൊടുത്തത്. കാരണം ഇവിടെ നിന്ന് കൊടുത്തിരിക്കാനുള്ള ടൈം ഉണ്ടായില്ല. പിന്നെ തലേന്ന് രാത്രി മഴയും കാര്യങ്ങളും കാരണം എൻ്റെ സാൻഡൽസൊക്കെ നനഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അവൻ തന്നെ അത് ക്ലീൻ ചെയ്ത്, ഞാൻ പറഞ്ഞിട്ടൊന്നുമല്ല കേട്ടോ, എന്നോട് വന്നൊരു ടവൽ ചോദിച്ചു, ടവൽ എടുത്തുകൊണ്ട് പോയി സ്വന്തമായിട്ട് ക്ലീൻ ചെയ്ത് അവൻ തന്നെ ഇട്ടു കേട്ടോ. പിന്നെ അപ്പത്തിന് ഓട്ടോ വന്നു, അവരെ കയറ്റി വിട്ട് പിന്നെ ഞാൻ അകത്തേക്ക് കയറി. ഇന്ന് ലേറ്റ് ആവാൻ റീസൺ എന്ന് പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ രാത്രി അടി തൊട അലക്ക കാര്യങ്ങളൊന്നും കഴിഞ്ഞിട്ടുണ്ടായില്ല കേട്ടോ. അപ്പോൾ അലക്കാനുള്ളത് കുറച്ച് അലക്കിയിട്ടു, പക്ഷേ അടിക്കലും തുടക്കലും ഒന്നും ഇന്നലെ കഴിഞ്ഞില്ല. ഇന്നലെ എന്തൊക്കെയോ കുറേ കുഞ്ഞു തിരക്കുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ കുറച്ച് ഡിലേ ആയിപ്പോയി. പിന്നെ നമ്മളുടെ മുറ്റത്തുനിന്ന് കുറച്ച് പച്ചമുളക് പൊട്ടിക്കാനുണ്ടായി. പച്ചമുളകൊക്കെ പൊട്ടിച്ചെടുത്ത് അതൊക്കെ കഴുകി ബോക്സിലാക്കി എടുത്ത് വെച്ചു. പിന്നെ ഫ്രിഡ്ജിലത്തെ വെള്ളമൊക്കെ തീർന്നിരിക്കുകയായിരുന്നു. അപ്പോൾ അതൊക്കെ റീഫിൽ ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചു. പിന്നെ ഞാനിന്ന് രാവിലെ എണീറ്റിട്ട് ഫസ്റ്റ് കുടിച്ചത് ഇവർ പോയതിന് ശേഷം കേട്ടോ 2 നെല്ലിക്ക എടുത്തിട്ട് ജ്യൂസ് അടിച്ച് കുടിച്ചു കേട്ടോ. 2 നെല്ലിക്കയിലോട്ട് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് ജ്യൂസാക്കി. ഞാൻ വെറുതെ കഴിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ എനിക്ക് തോന്നി ജ്യൂസ് അടിച്ച് കുടിക്കാം അങ്ങനെ കരുതിയിട്ടുണ്ട്. അപ്പോൾ അരിക്കാണ്ട് കുടിച്ച് നോക്കി, പക്ഷേ ഒട്ടും പറ്റണില്ല. വൊമിറ്റ് ചെയ്യാൻ അങ്ങനെ ഒരു ഫീൽ വരുന്നുണ്ട്. കാരണം അതിൻ്റെ ഭയങ്കര തരിയുള്ള കാരണം. നെല്ലിക്ക ജ്യൂസ് നമ്മുടെ ശരീരത്തിന് ഭയങ്കര നല്ലതാണ് കേട്ടോ. ഒരു അടിപൊളിയായിട്ടുള്ള ഒരു ഡ്രിങ്കാണ്. കാരണം ഫാറ്റ് ലിവർ ഉള്ളവർക്കൊക്കെ ഇത് ഭയങ്കര നല്ലതാണ് ഇത് കുടിച്ചാൽ. പിന്നെ ഡയബറ്റീസ് ഉള്ളവർക്ക് പറയാൻ വേണ്ട, അതില്ലെങ്കിലും കുടിക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ചെറുപയർ ഉണ്ടാക്കാമെന്ന് പറഞ്ഞില്ലേ നേരത്തെ, അതിങ്ങനത്തെ ഒരു ചക്കര യൂസ് ചെയ്തിട്ടാണ് കേട്ടോ. നമ്മൾ ഈ കടയിൽ കിട്ടില്ലേ, മരുന്ന് കട എന്നൊക്കെ പറയില്ലേ, ആശാൻ്റെ കട എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ കടകളിലാണ് കേട്ടോ ഇത് കിട്ടുക. തെങ്ങും ചക്കര എന്നെന്തോ ഇതിനെ പറയാം, അങ്ങനെയാണ് പറയാം. അപ്പോൾ ഞാനത് ഈ ഉരൽ വെച്ച് ഇടിക്കാൻ നോക്കി, പക്ഷേ പൊട്ടിയില്ല. അതിന് ശേഷം ഞാനിത് മൊത്തം എടുത്തുകൊണ്ട് പോയി അമ്മീമ്മ വെച്ച് കുത്തി പൊട്ടിക്കാണ്ട് ചെയ്തത്. മൊത്തം പൊട്ടിച്ചെടുത്തു. ഇത് മൊത്തം നമുക്കിന്ന് വേണ്ട, പക്ഷെ ഇത് എപ്പോഴും ഇങ്ങനെ പീസാക്കി എടുക്കൽ അത്ര സുഖമുള്ള പരിപാടി അല്ലാത്തതുകൊണ്ട് ഞാൻ ഫുള്ളായിട്ട് ഇങ്ങനെ പീസാക്കി അതിന് ശേഷം അതെല്ലാം കൂടെ ഒരു ബോക്സിലാക്കി ഫ്രിഡ്ജിൽ വെച്ചു കേട്ടോ. പിന്നെ നമുക്കിപ്പോൾ ഉണ്ടാക്കുന്ന ചെറുപയറല്ലാണ്ട് പിന്നെ എപ്പോഴെങ്കിലും ശർക്കര ഇത് യൂസ് ചെയ്തിട്ടുണ്ടാക്കണമെങ്കിൽ എടുക്കാമല്ലോ എന്ന് കരുതിയിട്ട് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞപ്പോൾ അമ്മിയൊക്കെ വാഷ് ചെയ്തിട്ടു. അമ്മി നമ്മൾ താമസിച്ചേ പിന്നെ ഒരു 2 വട്ടം കേട്ടോ യൂസ് ചെയ്തിട്ടുള്ള ചമ്മന്തി അരയ്ക്കാനായിട്ട്. എനിക്ക് ചമ്മന്തി അരയ്ക്കാൻ അമ്മിയും വെച്ച് അരച്ച് കഴിക്കാനും ഇഷ്ടമാണ്, അരയ്ക്കാനും ഇഷ്ടമാണ് കേട്ടോ. പിന്നെ ഇപ്പം അങ്ങനെ നമ്മൾ മാത്രമല്ലേ ഉള്ളൂ, പിന്നെ അത്ര ടേസ്റ്റ് കൂട്ടിയൊക്കെ ഉണ്ടാക്കി കഴിക്കേണ്ട ആവശ്യം ഇല്ലയെന്ന് തോന്നി. അപ്പോൾ അത് കാരണം പിന്നെ ചെയ്യാറില്ല കേട്ടോ. അപ്പോൾ അമ്മയൊക്കെ ക്ലീൻ ചെയ്തു. പിന്നെ അതിന് ശേഷം ഇതുപോലൊരു പാൻ എടുത്ത് അതിനകത്തേക്ക് ഇച്ചിരി വെളിച്ചെണ്ണയല്ല ഇത്തിരി വെള്ളം ഒഴിച്ച് കൊടുത്തു. പിന്നെ ഇതിൽ നിന്ന് 2-3 പീസ് അതിനകത്തേക്ക് ഇട്ട് കൊടുത്തു. നല്ലതാണ് കേട്ടോ, നല്ല ക്ലീൻ ആയിട്ടുള്ളതാണ്, അഴുക്ക് കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇതുപോലെ 2-3 പീസ് ഇട്ട് കൊടുത്തിട്ട് വേവിച്ച് വെച്ച് ചെറുപയർ കുറച്ചിട്ട് കൊടുത്തു കേട്ടോ. കുറച്ചല്ല, കുറച്ചധികം ഇട്ട് കൊടുത്തു. ഞാനിത് ഉണ്ടാക്കിയിട്ട് നമ്മൾ ആ ദിവസം കഴിച്ചത് അതിൻ്റെ ഒരു പകുതി കഴിച്ചിട്ടുണ്ടാവുള്ളൂ, പകുതി ഇപ്പോഴും ഫ്രിഡ്ജിലിരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ വേവിച്ചത് ഇതിനകത്തേക്ക് ഇടാണ്ട് കുറച്ചും കൂടി ഉണ്ടായിരുന്നു. അത് ഇതുപോലെ ഒരു ബോക്സിലാക്കി ഫ്രീസറിനകത്ത് വെച്ചു. കാരണം 2 ദിവസം കഴിഞ്ഞിട്ട് എടുക്കാമെന്ന് വിചാരിച്ചിട്ട്. ഇനിയിപ്പോൾ നാളെ എങ്ങാനും എടുത്ത് അതൊരു ഉപ്പേരിയോ കറിയോ പോലെ ആക്കണം കേട്ടോ. ഇത് നന്നായിട്ട് ഇങ്ങനെ ഇപ്പോൾ ഈ കാണുന്നത് ഇങ്ങനെ മെൽറ്റായിട്ട് വരുന്നതാണ്. നന്നായിട്ട് മെൽറ്റ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് തേങ്ങ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. തേങ്ങയുടെ അളവ് കൂടുന്തോറും എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ടേസ്റ്റ് കൂടിക്കൊണ്ടേയിരിക്കും. ഞാനധികം ഇട്ടിട്ടുണ്ടായില്ല കേട്ടോ, കുറച്ചേ ഇട്ടുണ്ടായുള്ളൂ. പിന്നെ ഇത് റെഡി ആയതിനു ശേഷം ഇതോടെ മൂടി വെച്ച് പിന്നെ വേറെ പണികളിലോട്ട് കിടന്നു കേട്ടോ. ഇന്ന്
ഞാൻ പറഞ്ഞില്ലേ ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ ഇറങ്ങിയതാണ്. അപ്പോൾ നോർമലി നമ്മൾ തലേന്ന് രാത്രി സെറ്റിയുടെ മാറ്റ് ക്ലീൻ ആക്കിയിട്ടുണ്ടാവും, ടേബിൾ ക്ലീൻ ചെയ്തിട്ടുണ്ടാവും, അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടാവും. ഇന്നലെ രാത്രി അത് ചെയ്യാത്തതുകൊണ്ട് അതൊക്കെ പെൻഡിങ് ആയിട്ട് കിടപ്പായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ഇവർക്ക് സോസേജ് ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഇപ്പോൾ ഫ്രൈ ചെയ്യാനല്ല, മാഗ്നേറ്റ് ചെയ്ത് വെക്കാം. അവർ സ്കൂൾ വിട്ട് വരുന്ന നേരത്തെ വേണമെങ്കിൽ ഫ്രൈ ചെയ്ത് കൊടുക്കാം. അങ്ങനെ കരുതിയിട്ട് സോസേജ് വലിയ പീസാക്കിയിട്ടാണ് കേട്ടോ കട്ട് ചെയ്തത്. കാരണം ഇപ്പോൾ ഒരു റീസെൻ്റ് ആയിട്ടുള്ള ഇഷ്ടമാണ് റിച്ചുവിൻ്റെ. എൻ്റെ ഉപ്പച്ചിക്ക് ഇപ്പം ഇങ്ങനെ വലിയ പീസാക്കി കട്ട് ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എന്നിട്ട് ഇങ്ങനെ ഡീപ്പ് ഫ്രൈ അല്ലാണ്ട് ഷാലോ ഫ്രൈ ചെയ്യൂലേ, ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇങ്ങനെ ചുട്ടെടുത്ത പോലെ. അങ്ങനെ ഇപ്പോൾ ഇവർക്ക് അത് കണ്ടിട്ട് ഓൾമോസ്റ്റ് ഒരു ഉപ്പച്ചിനെ ഫോളോ ചെയ്യുന്ന ആൾക്കാരാണ് കേട്ടോ കുറേയൊക്കെ. അപ്പോൾ അത് കണ്ടിട്ടാണെന്നുകൊണ്ട് ഇപ്പം അങ്ങനെ വേണമെന്ന് പറയുന്നത്. അപ്പോൾ പിന്നെ അതുപോലെ ആക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ മാഗ്നേറ്റ് ചെയ്ത് വെച്ചു. അതിന് ശേഷം 1-2 ഐറ്റംസൊക്കെ വാഷ് ചെയ്യാനുണ്ടായി, അത് വാഷ് ചെയ്തു. പിന്നെ വെള്ളം തിളപ്പിക്കാനുണ്ടായിട്ടാണ്. നമുക്ക് ഇങ്ങനെ ഒരു കലം വെള്ളം തിളപ്പിച്ച് കഴിഞ്ഞാൽ 2-3 ദിവസത്തേക്ക് ഉണ്ടാവും. ഞാനത് കാരണം തന്നെ ഈ വെള്ളം തിളപ്പിക്കുന്നതിനകത്ത് ജീരകമോ അല്ലെങ്കിൽ അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇടില്ല. കാരണം ഇനി കംപ്ലൈൻ്റ് ആയാലോ എന്ന് വെച്ചിട്ട് പെട്ടെന്ന് തീരുന്നില്ലല്ലോ. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഞാനൊരു ഫേസ് പാക്കിന് വേണ്ടിയിട്ടുള്ള ഒരു ഐറ്റം എടുത്തു. അങ്ങനെ മുഖത്തിടാം. അപ്പോൾ മുഖത്തിട്ടിട്ട് ബാക്കിയുള്ള പണികൾ ചെയ്ത് വരുമ്പോഴത്തേനും അത് മുഖത്തത്തെ ഉണങ്ങി കിട്ടും. പിന്നെ ഞാൻ തലയിൽ എണ്ണയും തേച്ചു കിട്ടാം. അത് കഴിഞ്ഞ് വർക്ക് ഏരിയ കടിച്ച് വാരി ക്ലീനാക്കി. വർക്ക് ഏരിയത്തെ ഒരു വിൻഡോ ഞാൻ എപ്പോഴും കിച്ചണിൽ നിന്ന് പോകുന്ന ക്ലോസ് ചെയ്യും. പിന്നെ ഒരു വിൻഡോ ഒരു 3/4 ഭാഗം ക്ലോസ് ചെയ്ത് വയ്ക്കും കേട്ടോ. പിന്നെ തുണികൾ കുറച്ച് മടക്കാനുണ്ടായി, തുണികൾ മടക്കി വെച്ചു. പിന്നെ ഈ മാറ്റൊക്കെ കുടഞ്ഞ് വിരിക്കാനുണ്ടായി, അത് വിരിച്ചിട്ടു. അത് കഴിഞ്ഞപ്പോൾ നമ്മൾ ബെഡ്റൂം നീറ്റാക്കാണ്ടായിരുന്നു, അത് നീറ്റാക്കി. പിന്നെ ടേബിളിലൊക്കെ അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് ഓരോന്നിരിക്കുന്നുണ്ടായിട്ടാണ്. അപ്പോൾ അതൊക്കെ ക്ലീനാക്കി. അങ്ങനത്തെ കുറച്ച് ക്ലീനിങ്ങിന് വേണ്ടി നിന്നു. അത് ക്ലീനിങ്ങിൻ്റെ ഇടയിൽ നോക്കിയപ്പോൾ നമ്മളുടെ വാഷ് ബേസിൻ്റെ അവിടുത്തെ ടിഷ്യൂ ബോക്സിനകത്ത് ടിഷ്യൂ ഇല്ല. പിന്നെ ഹാൻഡ് വാഷ് ഡിസ്പെൻസറിനകത്ത് ഹാൻഡ് വാഷ് ഇല്ല. അങ്ങനത്തെ ഒക്കെ ഇതായിരുന്നു. അപ്പോൾ വാഷ് ബേസിൻ കഴുകി അത് നീറ്റാക്കിയതിന് ശേഷം അതൊക്കെ എടുത്തു വയ്ക്കാൻ വേണ്ടി നിന്നു കേട്ടോ. ഞാൻ ഈ ഡിസ്പെൻസറിനകത്ത് ലിക്വിഡ് ഇല്ലാഞ്ഞിട്ട് കണ്ടിട്ട് ഒഴിക്കാൻ വേണ്ടി അടിയിൽ നിന്ന് എടുത്തപ്പോഴാണ് കാണുന്നത് അതിൽ ലിക്വിഡിനേക്കാളും കൂടുതൽ വെള്ളമാണ്. കാരണം ഇവരത് കളിച്ച് അതിനകത്ത് ഒഴിച്ച് വെച്ചിട്ടുള്ളതാണ്. 3/4 ഭാഗം വെള്ളം, ഒഴിക്കുമ്പോൾ വെള്ളം പോലെയാണ് ഇങ്ങനെ, അല്ലാണ്ട് ആ ഒരു ലിക്വിഡിൻ്റെ ചെറുതായിട്ട് ആ ഒരു എഫക്റ്റ് ഉള്ളൂ കേട്ടോ. പിന്നെ ഞാൻ ഈ 3 വാഷ് ബേസിൻ്റെ അവിടെയും വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതുപോലത്തെ ഡിസ്പെൻസർ ഭയങ്കര യൂസായിട്ട് എനിക്ക് ഫീൽ ചെയ്യും. സോപ്പ് വെക്കണേക്കാളും സോപ്പ് ഞാൻ കിച്ചണിൽ നമ്മൾ സിങ്കിൻ്റെ അവിടെ വെച്ചിട്ടുണ്ട് എനിക്ക് കഴുകാൻ എളുപ്പത്തിന്. അവിടെയും ഡിസ്പെൻസർ വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നാലും നമുക്ക് ചെറിയ തുണികളൊക്കെ ഇപ്പോൾ ഈ അവിടെ സ്ലാബൊക്കെ ക്ലീൻ ചെയ്യണ തുണിയൊക്കെ തുടയ്ക്കാൻ എനിക്ക് തോന്നുന്നു, അല്ല തുടയ്ക്കണ തുണിയൊക്കെ വാഷ് ചെയ്യാൻ എനിക്ക് തോന്നുന്നു ഡിസ്പെൻസറിനേക്കാളും ബെറ്റർ സോപ്പായിരിക്കുന്നത്. ഇവിടെയൊക്കെ പിന്നെ ഇതാണ്, ഇപ്പോൾ പിന്നെ എല്ലായിടത്തും സോപ്പ് വയ്ക്കലും കുറവാണ്. ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഐറ്റംസാണ് കേട്ടോ വയ്ക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞ് നമ്മളുടെ കബോണിൻ്റെ അടിക്കൊന്ന് ക്ലീനാക്കി. ഇത് നേരെ അതിൻ്റെ അടിയിലോട്ട് വെച്ച് പിന്നെ അടിച്ചു വാരി തുടച്ച് അത് കഴിഞ്ഞ് നോക്കുമ്പോഴാണ് കേട്ടോ നമ്മളെ ചുമരിൽ അത്യാവശ്യം അഴുക്കുണ്ട്. ഇവർ TV കാണുന്ന ഏരിയയിൽ കൈ വെച്ചും കാല് വെച്ചും തല വെച്ചും ഉരച്ചിട്ടൊക്കെ നന്നായിട്ട് അഴുക്കാക്കിയിട്ടുണ്ട്. നമ്മളുടെ വൈറ്റ് കളർ വോളായ കാരണം ശരിക്കും വിസിബിളായിട്ട് കാണാം കേട്ടോ അവിടുത്തെ അഴുക്ക്. അപ്പം ഞാൻ നമ്മളെ പാത്രം കഴുകണ സ്ക്രബ്ബറില്ലേ, സ്പോഞ്ച്, അങ്ങനത്തെ ഒരെണ്ണം എടുത്തിട്ട് അതിൻ്റെ ബാക്ക് സൈഡ് കൊണ്ട് ഇങ്ങനെ കഴുകിയിട്ടാണ്. കാരണം ബാക്ക് സൈഡ് കുറച്ച് റഫാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഉരയ്ക്കുമ്പോൾ കുറച്ചും കൂടെ അഴുക്ക് പോകുന്നുണ്ട്. പിന്നെ ഒരു വെറ്റായിട്ടുള്ള തുണി വെച്ചിട്ട് നന്നായിട്ട് തുടച്ചു കൊടുത്തു. അപ്പോൾ ഓൾമോസ്റ്റ് ഒക്കെ ക്ലീൻ ആയിട്ടാണ്. അപ്പോൾ ഒരു സൈഡ് തുടച്ച് വന്നപ്പോൾ പിന്നെ ഞാൻ നോക്കി വന്നപ്പോൾ അപ്പുറത്തൊക്കെ ഉണ്ട്. അപ്പോൾ പിന്നെ അതൊക്കെ ക്ലീനാക്കാൻ വേണ്ടി നിന്നപ്പോൾ അങ്ങനെ ടൈമായി. പിന്നെ നമ്മൾ ഈ സ്കട്ടിങ് ഉണ്ടല്ലോ, അടിയിൽ നമ്മൾ ടൈലൊട്ടിക്കില്ലേ, ആ ഏരിയയിലൊക്കെ ഉണ്ടായിട്ട് അപ്പോൾ അവിടെയൊക്കെ സോപ്പിട്ട് ഇങ്ങനെ ഉരച്ചിട്ട് ഇതാക്കി. പിന്നെ നമ്മളുടെ കിച്ചണിലത്തെ സിങ്ക് വാഷ് ചെയ്യാൻ വേണ്ടി നിന്നു. നമ്മൾ കിച്ചണിലെ സിങ്കിൻ്റെ ഈ കിച്ചണിലത്തെ കൊടുത്തിങ്ങനെ ടാപ്പ് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യൂലേ, ഇങ്ങനെ വലിച്ച് കഴുകാൻ പറ്റൂലേ, അങ്ങനത്തെയാണ് കേട്ടോ. മറ്റേ കിച്ചണിൽ ഇങ്ങനെ വലിച്ച് കഴുകാൻ പറ്റില്ല, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ട്വിസ്റ്റ് ചെയ്യാം, അത്രേ പറ്റുള്ളൂ. പക്ഷേ ഇത് നല്ല ടാപ്പാണ്, നമുക്ക് ഭയങ്കര യൂസ്ഫുള്ളൊക്കെ ഫീൽ ചെയ്യും. പക്ഷേ കുറച്ച് വെള്ളം വരുള്ളൂ, ഭയങ്കര ഒരു ഫോഴ്സ് ഇതിനകത്ത് നമ്മൾ പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല. പിന്നെ തുടയ്ക്കാൻ വേണ്ടി പോകാൻ നിന്നാട്ടോ. പക്ഷെ അപ്പത്തിൻ്റെ ഒരു 11:30 ആയപ്പോൾ എനിക്ക് വിശന്ന് തുടങ്ങിയപ്പോൾ ഞാൻ ഇതിൽ നിന്ന് 2-3 സ്പൂൺ എടുത്ത് കഴിച്ച്. പിന്നെ തുടയ്ക്കണ ബക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്തു. ഇന്ന് നമ്മൾ ബക്കറ്റിനകത്ത് ലൈസോളും പിന്നെ ഡെറ്റോൾ സ്പ്രേ ചെയ്തിട്ടാണ് കേട്ടോ തുടച്ചത്. ഞാൻ ഡെറ്റോൾ ഇങ്ങനത്തെ ഒരു ബോട്ടിലോട്ട് ആക്കിയിട്ടുണ്ട്. പക്ഷേ ലൈസോളൊക്കെ അതിൻ്റെ HR ബോട്ടിൽ തന്നെയാണ് വെച്ചിട്ടുള്ളത്. കാരണം ഡെറ്റോൾ യൂസ് ചെയ്തിട്ട് നമ്മൾ ഡൈനിങ് ടേബിളും കിച്ചണിൻ്റെ സ്ലാബും ഒക്കെ ക്ലീൻ ചെയ്യാനുള്ളതാണല്ലോ. സോ ഇത് ഇങ്ങനെ ആക്കി വയ്ക്കുമ്പോൾ എനിക്ക് ഇച്ചിരി യൂസ്ഫുള്ളായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അങ്ങനെ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ നമ്മളുടെ വീഡിയോ. പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പോൾ ഇതുപോലുള്ള എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയും കഴിഞ്ഞാൽ അതിൻ്റെ തുടർന്നുള്ള വീഡിയോസൊക്കെ കാണണം, ലൈക്ക് ചെയ്യണം. ടാറ്റാ ബൈ.
It's me, Henna.